ഞാൻ ഡോക്ടർ അൽത്താഫ്, സർജിക്കൽ ഓങ്കോളജി റെസിഡൻ്റാണ് MBRൽ. എൻ്റെ ഡൗട്ട് 2016 ക്രൈഗ് വെൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിന്തറ്റിക് സെല്ല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ലാബിൽ. അപ്പോൾ നവനാസ്തികർ അതൊരു ആർഗ്യുമെൻ്റായിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതേപോലെയുള്ള ഒരു സംഭവമാണ് 2010 ക്രൈഗ് വെൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സിന്തറ്റിക് സെല്ല് നിർമ്മിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ശാസ്ത്രപ്രചാരണത്തിൻ്റെ മുത്തക്കുത്തക അവകാശപ്പെട്ട ആളുകൾ ഇവിടെ വന്നിട്ട് ജീവൻ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ജീവൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നാണ് പറഞ്ഞത്. സൃഷ്ടിച്ചത് ആരാണ്? 2010 സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് സത്യത്തിൽ അന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ എന്താ വെച്ചാൽ, മുമ്പ് 2 ആളുകൾ ബസ്സിൽ കയറിയൊരു കഥ ഉണ്ട്. ബസ്സിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ബസ് കയറിയ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞത്രേ, എനിക്ക് ബസ് ഓടിക്കാൻ മനസ്സിലായി, ബസ് ഓടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. അപ്പോൾ മറ്റേ ആൾ അത്ഭുതത്തോട് കൂടിച്ച് എങ്ങനെയാണ്? അത് വളരെ എളുപ്പമല്ലേ? അതെന്താ എളുപ്പമോ? 2 ബെല്ലടിച്ചാൽ ഓടുക, 1 ബെല്ലടിച്ചാൽ നിൽക്കുക. അതാണ് ബസ് ഓടിക്കുന്ന പരിപാടി. ബസ് ഓടിച്ച് അയാൾക്ക് മനസ്സിലായ 2 ബെല്ലും 1 ബെല്ലും, അതാണ് ബസ് ഓടിക്കുന്നതിൻ്റെ എല്ലാ തത്വവും മനസ്സിലായി. യഥാർത്ഥത്തിൽ ജീവൻ എന്താണ് എന്നോ, ജീവന്റെ അടിസ്ഥാനം എന്താണ് എന്നോ, ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ് എന്നോ മാത്രമല്ല, ശാസ്ത്രരംഗത്തെ ടെക്നിക്കൽ ടേംസ് പോലും കൃത്യമായി വിവരമില്ലാത്ത ഇത്തരം ആളുകളാണ് ശാസ്ത്രപ്രചാരണത്തിൻ്റെ കുപ്പായവും ഇട്ട് താടി വെച്ച് നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രലോകത്ത് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാലും സിന്തറ്റിക് എന്ന് പറഞ്ഞാലും രണ്ടാണ്. നമ്മൾ സാധാരണ ഈ ഭാഷയിൽ ചിലപ്പോൾ ആർട്ടിഫിഷ്യലും സിന്തറ്റിക്കും എല്ലാം സിനോണിംസ് ആയിട്ട്, പര്യായങ്ങളായിട്ട് ഉപയോഗിക്കും. പക്ഷെ ശാസ്ത്രലോകത്തിൽ രണ്ടും രണ്ടാണ്. അതാദ്യം പഠിക്കണം. എന്താണ് ഒരു സിന്തറ്റിക് സെൽ? അവിടെ എന്താണ് ക്രൈഗ് വെൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ചെയ്തത്? അവിടെ ഒരു പുതിയ കോശത്തെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ജീവൻ ഇവരുടെ മുന്നിൽ ആമുഖമായിട്ട് തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ, ജീവൻ ഇപ്പോഴുള്ളത് പോലെ തന്നെ സൃഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ഒരു നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ തന്നെ ഒരു പൂർണ്ണമായ ഒരു കോശം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെ ദൈവത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ ഇസ്ലാമാകെ തകർന്നു പോകുന്നോ ഉള്ളൊരു ബോധം കൊണ്ടല്ലോ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. മറിച്ച് ഇവര് ശാസ്ത്രപ്രചാരണത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ പ്രത്യയശാസ്ത്ര വൃത്തികേടുകളാണെന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിപ്പോഴും മാത്രമല്ല കേട്ടോ, 1968 ഇന്ത്യൻ വംശജനായ ഹർഗോവിന്ദ് ഖരാനയുടെ നേതൃത്വത്തിലുള്ള 3 ശാസ്ത്രജ്ഞന്മാർ, അവർ ഒരു DNA-യുടെ ഏതൊക്കെ ഘടകങ്ങളാണ്, ഏതൊക്കെ പ്രോട്ടീനുകൾ നിർമ്മിക്കുവാൻ നിമിത്തമാകുന്നത് എന്ന് ജീനുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരമുണ്ടാകുന്നതിന് മുമ്പ് അവർ 3 പേരുമാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു പ്രബന്ധം ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജീനുകളെക്കുറിച്ചുള്ള ജനറ്റിക്സും എല്ലാം കൂടുതൽ വികസിച്ചു വന്നത്. അപ്പോൾ ഇത് വന്ന ഉടനെ 1968 1970-കളിൽ മലയാളത്തിൽ പോലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഭൗതികവാദികളുടെ പുസ്തകങ്ങളിൽ, ഉദാഹരണത്തിന് ഡോക്ടർ MP പരമേശ്വരൻ രചിച്ച വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. അദ്ദേഹം നല്ല ശാസ്ത്രജ്ഞനാണ്, MP പരമേശ്വരൻ സാർ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മേഖലയല്ല ഇത്. അദ്ദേഹം പ്രപഞ്ചശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ നാസ്തിക ചിന്തയുടെ അടിമത്വം പേറിയിരുന്ന അദ്ദേഹം ഉടനെ തന്നെ എന്തായിരുന്നു എഴുതിയതെന്ന് അറിയാമോ നിങ്ങൾ? അദ്ദേഹം അന്ന് എഴുതിയത് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പുസ്തകത്തിൽ ഹർഗോവിന്ദ് ഖൊരാനയുടെ നേതൃത്വത്തിൽ തികച്ചും നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവൻ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള, ഇന്നും ജീവന ദൈവവുമായി ബന്ധപ്പെടുത്തുവാൻ ചിലർ ശ്രമിക്കുന്നത് ആശ്ചര്യപരമാണ്. ഇതൊന്നാമത്തെ പതിപ്പിലാട്ടോ.
മൂന്നാമത്തെ പതിപ്പ്, രണ്ടാമത്തെ പതിപ്പ് കണ്ടില്ല, മൂന്നാമത്തെ പതിപ്പ് വന്നപ്പോഴേക്ക് അത് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചെല്ലാം ശാസ്ത്ര വിവരമുള്ള ആൾക്കാർ ഇത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഇതാണ് ഇവരുടെ ഒരു ട്രെൻഡ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ നിരീശ്വരത്വ പ്രത്യയശാസ്ത്രം തലയിൽ കയറിക്കഴിഞ്ഞാൽ ഏത് കാര്യമാണെങ്കിലും അത് അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമാണെങ്കിൽ അതിനെ വളരെ വൃത്തികെട്ട രൂപത്തിൽ വളച്ചൊടിക്കാൻ അവർ സന്നദ്ധമാകും. 1968 ഹർഗോവിന്ദ് ഖൊറാനയുടെ നേതൃത്വത്തിലുള്ള 3 ശാസ്ത്രജ്ഞന്മാർ ജീവൻ നിർമ്മിച്ചു കഴിഞ്ഞത്. പക്ഷെ ഇപ്പൊ 2010 പുതിയ ജീവൻ നിർമ്മാണത്തെക്കുറിച്ചാണ് പുതിയ ശാസ്ത്രജ്ഞൻ പറയണത്, പുതിയ ഇവിടുത്തെ ശാസ്ത്ര പ്രചാരകൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1968 കഴിഞ്ഞിട്ട് എത്ര കാലമായി? അന്ന് ഇവരുടെ വീക്ഷണത്തിൽ, യഥാർത്ഥത്തിൽ ഭൗതികവാദികളുടെ വീക്ഷണത്തിൽ ജീവനിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ നടന്നത്? ഒന്നും നടന്നിട്ടില്ല. ജീവൻ നിർമ്മിക്കുക എന്ന രൂപത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല. ഒരു കോശത്തിന്റെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉള്ള ചില സിന്തസിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ബയോളജിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഒരു പുതിയ പതിപ്പ് മാത്രം. തീർച്ചയായും അത് ശാസ്ത്രരംഗത്തെ വലിയൊരു മുന്നേറ്റമാണ്. അത് പ്രത്യേകിച്ചും നമ്മൾ ജനിതക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നന്മകൾക്ക് കാരണമാകാവുന്ന മുന്നേറ്റം. പക്ഷേ അത് ജീവന്റെ സൃഷ്ടി എന്ന് ശാസ്ത്രരംഗത്തുള്ളവർ ആരും പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ ChatGPT-യോട് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ, ആ ജീവൻ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന്. ChatGPT ഏതായിരുന്നാലും മുസ്ലിം മതമൗലികവാദികളുടേതല്ലോ. അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ, ഒരു ലിവിങ് സെല്ലിനെ നിർമ്മിക്കൂ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ലിനെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്? ഇല്ല. മറിച്ച് എന്താണുള്ളത്? ഒരു ബാക്ടീരിയയുടെ ഏറ്റവും സരളമായ ജനിതക ഘടനയുള്ള ഒരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. അഥവാ അതിനെ ജീനോം മാപ്പ് ചെയ്തു. ആ ജീനോം മാപ്പ് ചെയ്തിട്ട്, ആ ജീനോം മാപ്പ് ചെയ്താൽ ജെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനുകൾ എന്ന് പറഞ്ഞാൽ കോശത്തിനകത്തുള്ള വളരെ ചെറിയൊരു ലോകമായ ഈ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമോസോമുകൾക്കകത്തുള്ള ഒരു ഭാഗമാണ് ജീനുകൾ. ഈ ജീനുകളിലെ DNA-കളാൽ നിർമ്മിക്കപ്പെട്ടാണ് ജീൻ. അതിന്റെ സയൻസ് ഒന്നും ഞാൻ കൂടുതൽ പറയണില്ല. ഈ ജീനുകളെ അതിലെ ജീനുകളെ മാപ്പ് ചെയ്തു. ജീനുകളെ മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ജീനുകളിലുള്ളത് കുറച്ച് തന്മാത്രകളാണ്, കുറച്ച് രാസവസ്തുക്കളാണ്. ആ രാസവസ്തുക്കളാണ് വിഘടിക്കുന്നത്, അഥവാ കോശങ്ങൾ വിഘടിക്കുവാൻ കാരണമാകുന്നത് ഈ രാസവസ്തുക്കളാണ്, അല്ലെങ്കിൽ ജീനുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കോശത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിനും കാരണമാകുന്നത് അതാണ്. ഇതിനെ മാപ്പ് ചെയ്യുകയും അതിനു പകരമായി ഈ ചെറിയ കോശത്തെ ജീനുകളെ മാപ്പ് ചെയ്തിട്ട് ആ കോശത്തിലെ ജീനുകൾക്ക് തുല്യമായ രൂപത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ജനിതക രൂപമുണ്ടാക്കുകയും ചെയ്തു. അഥവാ സിന്തറ്റിക് ജീൻ ഉണ്ടാക്കി. ആ സിന്തറ്റിക് ജീനിനെ യഥാർത്ഥ കോശത്തിനകത്തുള്ള ജീനിനെ ഒഴിവാക്കിയിട്ട് അവിടെ ആ സിന്തറ്റിക് ജീനിനെ പ്രതിഷ്ഠിച്ചു. ഈ സിന്തറ്റിക് ജീനിനെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരുപാട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. തീർച്ചയായും ശാസ്ത്രരംഗത്ത് ഏതായിരുന്നാലും പ്രോസസ്സ് ഉണ്ടാവും. ആ സിന്തറ്റിക് ജീനിനെ പ്രതിഷ്ഠിച്ചിട്ട് ആ കോശം, അഥവാ ഓൾറെഡി ഉള്ളൊരു കോശം, ആ കോശത്തിന്റെ ഘടന, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അതേപോലെയുണ്ട്. അതിലെ ജീനിന് പകരം ഒരു സിന്തറ്റിക് ജീനിനെ പ്രതിഷ്ഠിച്ചു. ആ സിന്തറ്റിക് ജീനിനെ പ്രതിഷ്ഠിച്ചിട്ട് ആ കോശം നിലനിന്നു. അതാണ് സംഭവിച്ചത്. 2010 കഴിഞ്ഞ് ഇത്ര 14 വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്നൊരു മുന്നോട്ട് പോകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ജീനിനെ ഒരു ചെറിയ ഒരു സൂക്ഷ്മ ജീവിയുടെ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ ഒരു ജീനിനെ മാപ്പ് ചെയ്തിട്ട് ആ മാപ്പ് ചെയ്ത ജീനിന് പകരമായി ഒരു ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞുകൂടാ, ഒരു സിന്തറ്റിക് ജീനിനെ ഉണ്ടാക്കിയിട്ട് ആ സിന്തറ്റിക് ജീനിനെ ഇതിൽ നിക്ഷേപിച്ചു എന്ന് മാത്രം.
അത് മാത്രമാണ് സംഭവിച്ചത്. അത് വെച്ചിട്ടാണ് ഇത് പറയണത്. ഇത് എനിക്ക് പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബയോളജി മാസ്റ്ററുടെ ഇതേപോലെ പ്രത്യയശാസ്ത്രത്തോട് വല്ലാതെ പ്രതിബദ്ധതയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഉണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ക്ലാസ്സിലേക്ക്, ആ ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നാ. കാരണം എന്താ? ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? മനുഷ്യനെല്ലാം പിന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു മനുഷ്യ സൃഷ്ടിൻ്റെ കാരണം? ഇന്ന് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ടെസ്റ്റ് ട്യൂബ് ശിശു, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്ന ന്യൂസ് അന്നത്തെ അതിലുണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെഡിങ് ആയിട്ടുണ്ടായിരുന്നു അന്നത്തെ പത്രത്തിൽ. അതേ ആ പത്രം കയ്യിൽ പിടിച്ചിട്ടാണ് വന്നത്. ആ ടെസ്റ്റ് ട്യൂബിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ്. ടെസ്റ്റ് ട്യൂബിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു, ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഭയങ്കര സന്തോഷം. അപ്പൊ എന്താണ് അന്നത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു? ടെസ്റ്റ് ട്യൂബ് ശിശു എന്താണെന്ന് ഇപ്പം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് ട്യൂബ് ശിശു എന്താണ്? ഒരു പുരുഷന്റെ ബീജം, ഒരു പെണ്ണിന്റെ അണ്ഡം, ചിലപ്പോൾ ആ സ്ത്രീയുടെ അണ്ഡവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പുരുഷന്റെ ബീജവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഗർഭാശയമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് യഥാരൂപത്തിലുള്ള ഗർഭധാരണത്തിന് കഴിയാതാകും. ആ പുരുഷന്റെ ബീജവും പെണ്ണിന്റെ അണ്ഡവും എടുത്ത് ഒരു ബാഹ്യ സാഹചര്യത്തിൽ യോജിപ്പിച്ച് സ്ത്രീയുടെ ഗർഭാശയത്തിൽ തന്നെ നിക്ഷേപിച്ച് അവിടെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി. അവിടെ ഒന്നും പുതുതായി സൃഷ്ടിക്കുന്നില്ല. അതിനെയാണ് അന്ന് ആഘോഷിച്ചത്. ഏകദേശം ഇതേ രൂപത്തിലാണ് ഇത്തരം ശാസ്ത്രപ്രചാരകർ ഇന്നും ആ നിലവാരത്തിലാണ് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ.